ഇന്നലെ സർജുണ്ടായിരുന്ന ഓഹരി വിപണി തകർന്നു തുടങ്ങി. വീഴുകയാണോ? ഓഹരി വിപണി വീഴുന്നു. അഭിലാഷ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അജയ് റായാണ് 5000-ലേറെ വോട്ടുകൾക്ക് വാരാണസിയിൽ നരേന്ദ്രമോദിയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഈ നിമിഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിലാണെങ്കിലും അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? 4 ലക്ഷത്തിനപ്പുറത്ത് ഭൂരിപക്ഷം കൊണ്ടുപോകുന്നു എന്ന് നരേന്ദ്രമോദിക്ക് വേണ്ടി BJP ഉറപ്പിച്ച മണ്ഡലത്തിൽ 69 മണ്ഡലങ്ങളിലെ തിളക്കത്തിന് എന്തു തിളക്കം? വാരാണസിയിൽ പിന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ 6000 വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്നു. രാഹുൽ ഗാന്ധി മുന്നിൽ, വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ. ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു നിമിഷമാണ്. 243 ഈ രാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒറ്റ സീറ്റിന്റെ വ്യത്യാസം, ഒരേ ഒരു സീറ്റിന്റെ വ്യത്യാസം. 243 ഇന്ത്യ മുന്നണിയും എൻഡിഎയും മുഖാമുഖം നിൽക്കുന്ന നിമിഷം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മാജിക്കലായ മോമെന്റ്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് 244 243 പിറകിൽ നിന്ന് വന്ന് ഒപ്പം പിടിക്കുന്നു ഇന്ത്യ സഖ്യം. 43 സീറ്റിലെ ലീഡ് ഇനിയും അറിയാനുണ്ട്. ഇനി ഏത് നിമിഷമാണ് ഇന്ത്യ പിന്നിട്ട എൻഡിഎ മുന്നണി എവിടെ? 244ലേക്ക് കൂപ്പുകുത്തുമ്പോൾ 243ലേക്ക് കുതിച്ചുയർന്ന ഇന്ത്യ മുന്നണി. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റാണ് പറയുന്നത് നരേന്ദ്രമോദി പിന്നിലാണ് എന്ന്. വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലാണ് എന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് പറയുന്നു. അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നു. 244 243 ഇന്ത്യ സഖ്യം 1977 ഇന്ദിരാഗാന്ധി വീണതിന് സമാനമായ രംഗത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണോ? വാരാണസിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായിയുടെ പിറകിൽ പോയിരിക്കുന്നു നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യം മുന്നിൽ 244 ഒരു സീറ്റിന് ഇന്ത്യ സഖ്യം മുന്നിലെത്തിയിരിക്കുന്നു. എൻഡിഎ 243. എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്താണ് പറഞ്ഞത്? ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാജ്യത്ത് കാറ്റിൽ പറക്കുന്നു. എക്സിറ്റ് പോളുകൾ കാറ്റിൽ പറക്കുന്നു. ഇന്ത്യ സഖ്യം 244 സീറ്റുകളിൽ ലീഡ്. രാജ്യത്ത് ഇന്ത്യ തരംഗമാണോ? ഈ ലീഡ് നിലനിൽക്കുമോ? വാരാണസിയിൽ നരേന്ദ്രമോദി പിന്നിൽ പോയെങ്കിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ മുന്നിൽ നിന്ന് ഇന്ത്യ സഖ്യം ഇതാദ്യമായി പിന്നിൽ. എണ്ണി വെച്ചോളൂ, കുറിച്ച് വെച്ചോളൂ. ഈ പറയുന്ന നിമിഷം ഇന്ത്യ സഖ്യം 244, ഇന്ത്യ 243. രാജ്യത്ത് വലിയ ടെക്ടോണിക് ഷിഫ്റ്റ് സംഭവിക്കുന്നു. നരേന്ദ്രമോദി ഇന്ത്യ സഖ്യവും എൻഡിഎയും ഒപ്പത്തിനൊപ്പം. അത്ഭുതകരം, ആശ്ചര്യജനകം. കേരളത്തിൽ പക്ഷേ എക്സിറ്റ് പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. 14 UDF, 5 LDF, 1 NDA എന്ന ക്രമത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ സംഗതികൾ. ദേശീയ രാഷ്ട്രീയത്തിൻ്റെതാണ് ഈ മൊമെന്റ്. ദേശീയ രാഷ്ട്രീയത്തിലാണ്. എല്ലാ മാജിക്കൽ നമ്പറിലാണ് 244. പ്രതിപക്ഷവും എൻഡിഎയും ഒറ്റയ്ക്ക് ഒരേ നമ്പറിൽ നിൽക്കുന്ന ഈ മൊമെന്റ് ആണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ നിമിഷം. എവിടെ 401 സീറ്റ്? 244 ഇന്ത്യയും എൻഡിഎയും അപ്രതീക്ഷിതം അമ്പരപ്പിക്കുന്നത് ഗംഗാതടത്തിലെ അതിസാധാരണയായ മനുഷ്യൻ ഇന്ത്യ ചരിത്രം ഒരിക്കൽ കൂടി തിരുത്തി എഴുതുകയാണോ എന്ന സംശയങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് ഈ നിമിഷം ഇഞ്ചോടിഞ്ച് എൻഡിഎയും ഇന്ത്യ മുന്നണിയും ഒപ്പത്തിനൊപ്പം 244 മണ്ഡലങ്ങളിൽ ഒപ്പത്തിനൊപ്പം ഒരേ നിലയിൽ മുന്നോട്ട് പോകുന്നു.